പൈസയോ അതൊരു പ്രശ്നേ അല്ല. എത്ര വേണമെങ്കിൽ കോടികളുണ്ട്. പിന്നെ നമുക്ക് തിയേറ്ററിൽ പോയിരുന്നാൽ ആൾക്കാർ കരയണം. അമ്മായിരത്തിൽ കഥ ഇപ്പം ഞങ്ങളെ കൈമലുള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ ഇവർക്ക് കൊടുക്കേണ്ടി വരും പൈസ. സ്കെച്ച് ചെയ്തവരും പൈസ കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ അടുത്ത ചെയ്യുന്ന സിനിമ കണ്ടിട്ട് നിങ്ങൾ കണ്ടിക്കണോ? ഞാൻ കണ്ട്. എന്താണ് അതിന്റെ പേര്? എവിടേക്ക് ഞാൻ ഇപ്പം വരാം. നല്ല കോമഡി സാധനല്ലേ അത്. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലല്ല ചിർ 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 ഉണ്ടല്ലോ. ഞാൻ തന്നെ തിയേറ്ററിൽ നിന്നുണ്ടല്ലോ ചിർ 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 മരിക്കാനായി പോയി. എന്നിട്ട് മൂപ്പര ആളുകൾക്ക് എമ്പാടെ എടുത്തുണ്ടായത്. പിന്നെ എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് കാണണം. അതിപ്പോൾ കാണാം. അത് നമുക്ക് ഒരു സ്വന്തമായിട്ടിരിക്കുക. സ്ക്രിപ്റ്റ് നല്ല സബ്ജക്റ്റ് ആണ്. മൂപ്പർ പറഞ്ഞ മാതിരി കരഞ്ഞ് 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 ചിലപ്പോൾ തോർത്തുമുണ്ട് ഓരോന്ന് ഫ്രീ കൊടുക്കേണ്ടി വരും. തിയേറ്ററിൽ പടം കാണാൻ വരുന്നവർക്ക് ഓരോ തോർത്തുമുണ്ട് ഫ്രീ കൊടുക്കേണ്ടി വരും. അത്രയും ഇത്രയും കരഞ്ഞു പോകുന്ന ഒരു പടമാണ്. അപ്പം നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഈ ആർട്ടിസ്റ്റുകളെ പറ്റി ചെയ്യുകയാണെങ്കിൽ കുറച്ച് എമൗണ്ട് കൂടും. അല്ല പുതിയ ആൾക്കാരെ പറ്റി ചെയ്യുകയാണെങ്കിൽ കുറച്ച് പൈസ കൂടും. ഓരോ നല്ല ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യണം. പൈസ ഉണ്ട്, കോടികളുണ്ട്. പിന്നെന്തെങ്കിലും പ്രശ്നം. അപ്പോൾ എമൗണ്ട് ഇപ്പോൾ നമ്മളേക്കൊന്ന് കൂട്ടേണ്ടി വരും. അപ്പോൾ സംസാരിക്കാൻ എത്ര പോകും? ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളി സാറേ ഒരു 5 കോടിയാവും. നോ പ്രോബ്ലം. പിന്നെന്താ ബേജാറാണ് നമുക്ക്. പൈസ പ്രശ്നമില്ല, കോടികളുണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം എന്റെ അണ്ടറിലുള്ളതാ. പൈസ ഭയങ്കര ഇഷ്ടമാതിരിണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്തൊരു ദിവസം നമുക്കൊരു മീറ്റിംഗ് കൂടാം. ആ മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് അന്ന് ഫിക്സ് ചെയ്യാം. നല്ല സൂപ്പർ ആക്ടർ തന്നെയാണ് ഉള്ളത്. നമ്മളെ പിന്നെ ഏണ്ടാ നീയാ നാനാമോ അപ്പനാ എന്ന് പറഞ്ഞ പടം കണ്ടിക്കണ നിങ്ങള്? ഞാൻ കണ്ടിട്ടുണ്ട്. തമിഴ് പടം. അതിലുള്ള നായകൻ നിങ്ങൾ കണ്ടിക്കണ? അടിപൊളി. പിന്നെ നമുക്ക് ലൊക്കേഷനൊക്കെ നോക്കാൻ വേണ്ടി പോകണം. അത് പോവാം. അതിന് പോകണം. അതിനൊക്കെ കുറച്ച് പൈസ ആദ്യം വേണ്ടി വരും. അതിനിപ്പോ നമുക്ക് കുറച്ച് പൈസ ആദ്യം മുൻകൂർ വേണ്ടി. കുറച്ച് പൈസ അത് ക്യാഷ് വേണോ ചെക്ക് വേണോ? വേണ്ട, നിങ്ങള് നമ്മളെ ഗൂഗിൾ പേ മൂപ്പര് ഗൂഗിൾ പേ നമ്പർ തന്നാൽ മതി. അതൊന്നും പ്രശ്നമില്ല. അതൊന്നും പ്രശ്നമില്ല. എന്നാ പിന്നെ ഞങ്ങള് ഇറങ്ങാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൈസ പ്രശ്നമാക്കണ്ട. നല്ല നടന്ന വെച്ചിട്ട് ഓക്കെ. അപ്പൊ നിങ്ങള് ലൊക്കേഷൻ കാണാൻ പോണ ചില്ലറൊക്കെ ഗൂഗിൾ പേ ചെയ്താൽ ഞാൻ പറഞ്ഞില്ലേ, പൈസ പ്രശ്നമില്ല, കോടികളുണ്ട്. എന്നാ ശരി. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാം. ഓക്കെ. ഈ നമുക്ക് പേര് പുതിയൊരു പേര് കണ്ടെത്താം. ഇബിലീസിന്റെ ഗുണ്ടായിസം. എങ്ങനെയുണ്ട്? ഈ സിനിമയുടെ പ്രത്യേകത പേര് കേട്ടാൽ എന്തോ ഉണ്ട് എന്നുള്ള ആളറിയും. പ്രേക്ഷകരെ നമുക്ക് പിടിച്ചു നിർത്തണം. എന്നാ അങ്ങനെ കഴിയണം. എന്തായാലും നൗസാക്കാൻ നല്ലൊരു കോളാ കിട്ടിയത്. ഇതേ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. നല്ലോണം പൊട്ടിക്കപ്പെടും. ഹലോ, ഒന്ന് നിൽക്കുക. നിങ്ങൾ മൂപ്പരോട് പറയുന്നൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ സിനിമാക്കാരല്ലേ? അതെ. നിങ്ങൾ എന്തിന്റെ കേടാ നിങ്ങൾക്ക്? മൂപ്പര് കിളി പോയ മനുഷ്യനാന്ന്. അയ്യോ, കണ്ടാ തോന്നൂല കേട്ടോ നൗസാക്ക. മൂപ്പര് കൊറേ കൊല്ലായി ഇങ്ങനെ ചികിത്സയിലാ. ആണോ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? സിനിമ എടുക്കണം അല്ലേ? ഞാനിപ്പോ ഞങ്ങള് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത് തന്നെ. ആണോ? ഞാൻ എടുക്കാം. അയ്യോ ചേച്ചിയാ, അതിന് ഒരുപാട് പൈസ ഒക്കെ ആവും. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒന്നല്ല. പൈസ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ആണോ? നിങ്ങൾക്ക് എത്ര കോടി? അല്ല, നിങ്ങള് മൂപ്പര് പറഞ്ഞ മാതിരി തന്നെ ആണോ? നമ്മളാണ് ഭ്രാന്തന്മാര് എന്നൊരു തോന്നല്. അതൊന്നല്ല, എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. എത്ര കോടിയാണ്? ഒരു 5 കോടി നമ്മൾ പറഞ്ഞ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു 6 കോടി ആക്കിക്കോളി. 5 കോടിയോ 10 ആയാലും എന്റെ ബാങ്കിൽ ഇഷ്ടം മാതിരി പൈസയാ. ആണോ? അപ്പൊ മൂപ്പര മാതിരി അല്ല. അല്ല അല്ല, എനിക്കെന്നെ അറിയില്ല എത്ര കോടി ഉണ്ട് ബാങ്കിലത്. നമുക്ക് പോലീസൊക്കെ ചേച്ചി നോക്കാം. നമുക്കാരായാലും എന്താ, നമുക്ക് നമ്മളെ പടം അറിഞ്ഞാൽ മതി. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ വൈകുന്നേരം വരുന്നത് മൂപ്പരെ ഡോക്ടർ അടുത്ത് കൊണ്ട്. ആയിക്കോട്ടെ. ആ സമയത്ത് വന്നാലേ ഞങ്ങൾക്ക് അഡ്വാൻസ് തരാം. നല്ല കാര്യം. മൂപ്പര ഇടങ്ങാറുണ്ടാവില്ല. ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു ചേച്ചി.
എന്താ നൗസാക്ക നമുക്ക് ലേക്കുണ്ടോ? എന്തായാലും നൗസാക്ക നമുക്ക് ആരായാലും സിനിമ ചെയ്താൽ മതി. പിന്നല്ലാണ്ട് എങ്ങനെങ്കിലും ഒന്ന് ശരിയായി കിട്ടിയാൽ മതി. സത്യത്തിൽ ഞാൻ ബേജാറായിപ്പോയി. ഞാനും പഹനോ എന്തല്ല അല്ല ഞാൻ നമുക്കിപ്പോൾ ലേസം ഉണ്ടോ സംശയപ്പെട്ടില്ല ഇല്ല. ചിരിയൊക്കെ കേട്ടിട്ട് ആളെ ബേജാറൊക്കെ അതൊന്നുണ്ടാവില്ല. നിങ്ങൾക്ക് അവിടെ കാര്യം ഞങ്ങളൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. നമ്മളിത് ഡയറക്ടറാണ്. ഞങ്ങൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരാൾ വിളിച്ചതാണ്. അയ്യോ അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. അത് ചോദിക്കണ്ടേ? നിങ്ങൾ പറയുന്ന സത്യങ്ങൾ സിനിമാക്കാരൊക്കെ തന്നെ ആയിരിക്കും. ഇവിടെയുള്ള ആ ഭാര്യയും ഭർത്താവ് മാത്രമേ താമസമുള്ളൂ. വരുമ്പോ ഒന്ന് അന്വേഷിക്കാം. ഞങ്ങൾ അറിയില്ലല്ലോ. അല്ല ഇവിടെ വരുന്ന ആളുകൾ ആരൊക്കെയാ എന്തൊക്കെയാന്നുള്ളത് ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരാ. ഞങ്ങൾ സഹായിച്ചിട്ടാണ് ഒരു കഞ്ഞി കുടിച്ച് പോകുന്നത് തന്നെ. ഇവിടെ കുറെ ആളുകളെ സഹായം കൊണ്ടാണ് ഒരു ജീവിച്ചു പോകുന്നത്. എല്ലാ ഏട്ടന്മാരെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ മൂപ്പരാള് ഭ്രാന്തനാണ്. പക്ഷെ അയമ്മണ്ടല്ല, അയമ്മ വളരെ ഡീസന്റ്. അതിന്റെ അങ്ങേപ്പുറാണ്. ഓവറാണ്. മുപ്പത്തി ആ ഡ്രസ്സും കാര്യങ്ങളും പണ്ടൊക്കെ ഉണ്ടല്ലേ, കംപ്ലീറ്റ് ഭയങ്കരമാണ്. എന്തായാലും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? പതുക്കെ പോവുക. അത്ര നല്ല സ്ഥലം നല്ലത്. പതുക്കെ പോയിക്കാളാ. വേറെ ആരെങ്കിലും സിനിമ ചെയ്തിട്ടേ പണ്ട് സിനിമ ചെയ്തിട്ട് പൊട്ടി പൊളിഞ്ഞ് താറാറായി നാശായ മനുഷ്യനാണ്. അന്ന് തുടങ്ങിയ കിളി പോയതാ കേട്ടോ. നമ്മൾ പോയിക്കോളി. നിങ്ങൾ രാവിലെ പോയി കഴിച്ചു. നിങ്ങൾക്ക് താറാറൊന്നുമില്ലല്ലോ. കയറി വരും. എന്റെ കയ്യിൽ ഇപ്പൊ ഒരു 3-3.5 കോടി ഉണ്ട്. എന്റെ കയ്യിൽ എന്തുണ്ടാവും? ഇന്ത്യയിൽ ഒരു 5 കോടി ഉണ്ടാവും. നമുക്ക് ചെയ്തൂടെ? ചെയ്യാലോ. എന്നല്ല അല്ല കഴിക്കാനിപ്പോ എന്തുണ്ട്? വിശക്കുന്നുണ്ട്. ചോറുണ്ടാക്കിക്കുന്ന അതെന്ത് ചോറുണ്ടാക്കാന്? ആകെ ഒരു പിടി അരി ഉണ്ടേനി, അതെടുത്ത് ഞാൻ കഞ്ഞി വെച്ചതാ.